ഹലോ ഫ്രണ്ട്സ്, ഈ രാവിലെ തന്നെ കെട്ടിയൊരുങ്ങി എങ്ങോട്ടേക്കാണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. വേറെ എവിടെയല്ല, ഓഫീസിലേക്ക് തന്നെയാണ്. കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു, ഡെഫിസിറ്റ് ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അത് അടിച്ച് തീർക്കാനുള്ള വെപ്രാളത്തിലേക്കുള്ള പോക്കാണ് നിങ്ങൾ കാണുന്നത്. രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഓഫീസിലേക്ക് പോവുകയാണ്. ഇന്ന് നേരത്തെ ഇറങ്ങാമല്ലോ, സൺഡേ അല്ലേ, അപ്പോൾ ഓഫാണ്. അപ്പോൾ പിന്നെ ടൈമൊന്നും എത്തിയേണ്ട ആവശ്യമില്ല. ദേ അക്കാണ് എൻ്റെ കോറോ ഹെൽത്ത്. ഞാൻ അവിടുന്ന് ഈ കോറോ ഹെൽത്ത് വരെ നടക്കുമ്പോഴത്തേക്ക് ഗൈസ് വെയിൽ കൊണ്ട് നന്നായിട്ട് ക്ഷീണിച്ചിരുന്നു. നല്ല ചൂടായിരുന്നു. ആകെ ഓഫീസിൽ AC ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓഫീസിലേക്ക് വരുന്നത്. ബട്ട് ഈ നടന്ന് വരുന്ന ഈ ടൈം ഉണ്ടല്ലോ, നല്ല ചൂടായിരുന്നു. കുടയെടുക്കാൻ മറന്നുപോയി. അങ്ങനെ നേരെ ഞാൻ എന്ത് ചെയ്തു, ഓഫീസിലേക്ക് കയറി. പക്ഷെ ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. ഓഫീസിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾക്ക് ഫോൺ അലൗഡ് അല്ല. ഇവിടെ വരെയാണ് ഞങ്ങൾക്ക് ഫോണ് അലൗഡ് ഉള്ളൂ. അതിന് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫോൺ അലൗഡ് അല്ല. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് പൊക്കെ. ഇതൊരു ഫ്രീ ടൈമിന് അങ്ങനെ ഞാനും അപ്പവും കൂടെ ബ്രേക്ക് എടുത്തു പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളിത് അങ്ങനെ പോകണം. അവളോട് ഞാൻ പറയണം, ഞാനൊരു വ്ളോഗ് എടുക്കുകയാണ് അപ്പു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവൾ മാങ്ങ അവിടെ പറിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഒന്നും നോക്കില്ല, അപ്പു രണ്ടും കൽപ്പിച്ച് നേരെ അവരോട് പോയി, ഒരു മാങ്ങ തരുമോ ചേട്ടാന്ന് ചോദിച്ചു. ആദ്യം മടിച്ചെങ്കിലും പുള്ളിക്കാരൻ അപ്പുവിന് മാങ്ങ കൊടുത്തു. ആ ഒരു സന്തോഷത്തിലെ വരവാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആക്ച്വലി ഈ മാങ്ങ ഇനി തിന്നണം, ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനു മുന്നേ അപ്പൂനൊരു ചെറിയ തലകറക്കം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ജ്യൂസ് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ കയറിയപ്പോഴാണ് ഈ ചെക്കനെ കണ്ടത്. ഈ ചെക്കനാണെങ്കിൽ അമ്മൂമ്മ അത് വാങ്ങിച്ചതാ ഇത് വാങ്ങിച്ചതാന്ന് പറഞ്ഞ് അമ്മൂമ്മനെ എഡ്ഡങ്കാറാക്കണേ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ഒരു പുച്ഛഭാവത്തിലൂടെ എന്നെ നോക്കി. ഈ നാരങ്ങ വെള്ളത്തിൽ ഉപ്പില്ല എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ എനിക്ക് കൊണ്ടു തന്നത്. പിന്നെ ഞങ്ങൾ കൊച്ചു വർത്താനം പറഞ്ഞ് ആ മാങ്ങയും കഴിച്ചുകൊണ്ട് അവിടെ കുറേ ടൈം ഇരുന്നു. പിന്നെ ഇതാണ് ഞങ്ങളുടെ വാഷ്റൂം കേട്ടോ. ഈ വാഷ്റൂമിലെ കണ്ണാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാനസ അവിടെ നിന്ന് എന്തൊക്കെയോ ഈ ഡ്രസ്സല്ലാതെ വേറെ 2 ജീനും കൂടെ എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു ടൈമായപ്പോൾ ഈ ടൈമാകുമ്പോഴത്തേക്കാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു, ഓഫീസിൽ നിന്ന് വർക്കൊക്കെ കഴിഞ്ഞ്. ബട്ട് ഗൈസ്, നിങ്ങൾ നോക്കി ഈ ടൈമിലുള്ള ഈ വെയിലും കൊണ്ട് ഞാൻ റൂമിലേക്ക് പോകണം എന്ന് ആലോചിക്കുമ്പോൾ അവിടെ തന്നെ ഇരുന്നാലോ എന്ന് വിചാരിച്ചു ഞാൻ. ബട്ട് എന്ത് ചെയ്യണം ഗൈസ്, പോയല്ലേ പറ്റൂ. നേരെ എന്ത് ചെയ്തു, അങ്ങോട്ട് ഒന്നും നോക്കിയില്ല, നടന്നു. ഇവിടെ ഇങ്ങനെ കുറേ ചട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ശരി ഗൈസ്, ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.